ഭയങ്കര സിമ്പിൾ അല്ലേ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന രണ്ട് സാധനം ലിക്വിഡ് ബേസ് ആയിട്ടുള്ള ഹെയർ പാക്സ് ആണ് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുക. അപ്പം നമ്മൾ തലയിൽ എല്ലാവരും അപ്ലൈ ചെയ്തേക്കുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു കിഡിലൻ ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ 3 ഹെയർ പാക്സിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. 3 നല്ല കിഡിലനായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഹെയർ പാക്സ് ആണ്. പക്ഷേ ഹെയർ ഗ്രോത്തിന് നമുക്ക് ഹെയർ ഇപ്പോൾ ഷൈനായി നിർത്താനും അതേപോലെ തന്നെ മുടി പൊട്ടൽ മാറാൻ അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെയാണ് ഈ ഹെയർ പാക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുക. ഹെയർ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുമെങ്കിലും ടൈം എടുക്കും. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഹെയർ ഗ്രോത്ത് റിസൾട്ട് കിട്ടണമെങ്കിൽ അടിപൊളിയായിട്ട് എഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലിക്വിഡ് ബേസ് ആയിട്ടുള്ള ഹെയർ പാക്സ് ആണ്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു തിക്കായിട്ടുള്ളതാണല്ലോ. അപ്പോൾ റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ വീക്ക്ലി യൂസ് ചെയ്യുന്ന ഹെയർ പാക്സ് ഒക്കെയാണ് അത്. ആഴ്ചയിൽ 2 ദിവസം അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്തിട്ട് ഏറെക്കുറെ 3 ആഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ബേസ് ആയിട്ടുള്ള ഹെയർ പാക്സ് ആണ് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുക. അപ്പം അങ്ങനെ ലിക്വിഡ് ബേസ് ആയിട്ടുള്ള 2 അടിപൊളി ഹെയർ പാക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അതിൽ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. രണ്ടാമത്തെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? ഭയങ്കര സിമ്പിൾ അല്ലേ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന 2 സാധനങ്ങൾ മതി ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര അധികം റിസൾട്ട് കിട്ടും. ഏറെക്കുറെ 3 ആഴ്ച കൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് തലയിൽ ഉപയോഗിക്കുമ്പോൾ അതിപ്പോൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും തലയിലും മുഖത്തും യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ചിലവർക്ക് പറ്റിക്കോളുന്നില്ല. എനിക്ക് പറ്റുന്നത് നിങ്ങൾക്ക് പറ്റിക്കോളുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നത് എനിക്ക് പറ്റിക്കോളുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുമ്പോൾ ചിലർന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. പക്ഷേ ആർക്കും അങ്ങനെ വലിയ പ്രോബ്ലംസ് ഇല്ലാത്ത ഹെയർ പാക്കാണ് ഈ ചായപ്പൊടി അതേപോലെ ഉള്ളി എന്നൊക്കെ പറയണത്. അങ്ങനെ ആർക്കും വല്ലാണ്ട് അലർജി ഇല്ലാത്ത സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് തലയിലുള്ള ഏതെങ്കിലും ഹെയർ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഹെയർ ഓയിൽ ഇല്ലെങ്കിൽ നോർമൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്താലും മതി. നമുക്ക് ജസ്റ്റ് ഒരു മസാജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൊണ്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ കയ്യിലുള്ള പോലെ ഇതേപോലെ ഒരു മസാജർ ഉണ്ട്. ഇത് വെച്ച് തല നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നോർമലായിട്ട് മസാജ് ചെയ്താലും മതി. മുടി എല്ലാം കൂടെ മുന്നോട്ടിട്ടിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വേണം നമ്മുടെ ഈ ലിക്വിഡ് ആയിട്ടുള്ള ഹെയർ പാക്ക് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. കുറച്ച് സ്മെല്ലുണ്ടാവും ഉള്ളി ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് മുടി വളരാനെന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ സ്മെല്ലൊക്കെ സഹിച്ചിട്ട് വേണം നമ്മൾ ഈ ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇതേപോലെ തലയിൽ നമ്മൾ ചീർപ്പ് വെച്ചിട്ട് ഇത്തിരി വെടുവുള്ള ചീർപ്പൊക്കെ എന്തായിരിക്കും നല്ലത്. ചീർപ്പെടുത്തിട്ട് ഓരോ ഭാഗം ഇങ്ങനെ മാറ്റി എല്ലാവരുടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം. തല കുമ്പിട്ടിട്ട് അതേപോലെ ഇങ്ങനെ ഓരോ വളർത്തിട്ട് എല്ലാവരും തലയോട്ടി എല്ലാവരും ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 15 മിനിറ്റിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം. 15-20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓവർനൈറ്റ് ഈ ജലദോഷം പനിന്ന് നീരിറങ്ങാത്തവർക്കൊക്കെ ആണെങ്കിൽ ഓവർനൈറ്റ് തലയിൽ വെച്ചിട്ട് രാവിലെ വാഷ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ വീഡിയോ നോക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ തലയിൽ എല്ലാവരും അപ്ലൈ ചെയ്തേക്കുന്ന 20 മിനിറ്റിന് ശേഷം തല വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഹെയർ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.